തിരുവനന്തപുരം UDF മാന്ത്രിക നീക്കത്തിലേക്ക്. തിരുവനന്തപുരം ജില്ല കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഭരണ കയറ്റിയിറക്കങ്ങളുടെ വേലിയിറക്കങ്ങൾ കൃത്യമായി നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. കേരള നിയമസഭയിൽ 10% അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന ജില്ല കൂടിയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. തലസ്ഥാന നഗരിയിലെ 14 മണ്ഡലങ്ങളിൽ മുൻതൂക്കമുള്ളവർ ഭരണം കൈയാളുമെന്നാണ് ചരിത്രം ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. കോൺഗ്രസും CPM-ഉം BJP-യും തുല്യശക്തികളായി നിൽക്കുന്ന പല മണ്ഡലങ്ങളും ഇവിടെ ഉണ്ട്. 2021-ൽ 14 സീറ്റിൽ 13 ഇടതുമുന്നണി വിജയിച്ചിരുന്നു. എന്നാൽ ഇത് 2026-ൽ എത്തുമ്പോൾ മാന്ത്രികമായ മാറ്റം സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിൻ്റെ വലിയൊരു മുന്നേറ്റം ഇവിടെ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. ഇവിടെ BJP-യുടെ വളർച്ച പലപ്പോഴും ആശങ്കയും ഞെട്ടലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇരു മുന്നണികൾക്കും. അതുകൊണ്ട് തന്നെ BJP ഇവിടെ ഒരു വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. ഈ സത്യം തള്ളിക്കളയാൻ കഴിയില്ല. 2021-ലെ LDF-ന്റെ മുന്നേറ്റം BJP-യുടെ വളർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ വിജയമുറപ്പിക്കുന്ന 5 സീറ്റുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ സീറ്റ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ കോവളം സീറ്റാണ്. 2016-ലും 2021-ലും വിൻസെൻ്റ് തന്നെ ഈ സീറ്റ് നിലനിർത്തി. വലിയ ജനകീയനാണ്, അഴിമതി വിരുദ്ധനാണ്, മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ പിന്തുണയുമുണ്ട്. വിൻസെന്റിന് ഒരു കറകളഞ്ഞ രാഷ്ട്രീയ മുഖമെന്നതിൽ കോവളം കോൺഗ്രസ് UDF തന്നെ നിലനിർത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാമത് കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നത് വട്ടിയൂർക്കാവാണ്. 2011-ലും 2016-ലും K. മുരളീധരൻ പിടിച്ചടക്കിയ സീറ്റുകളാണ് ഈ വട്ടിയൂർക്കാവ്. പിന്നീട് 2019-ൽ വടകരയിൽ MP-ആയി മത്സരിച്ച് ജയിച്ചപ്പോൾ വട്ടിയൂർക്കാവിൽ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈ മണ്ഡലം കൈവിട്ടു പോവുകയായിരുന്നു. BJP കുമ്മനം രാജശേഖരനോടായിരുന്നു മുരളീധരൻ നേരിട്ട് പോരാടിയിരുന്നത്. 2021-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് UDF-ന് 3-ാം സ്ഥാനമാണ് നൽകിയത്. എന്നാൽ 2026-ൽ K. മുരളീധരൻ തിരികെ വട്ടിയൂർക്കാവിലെത്തിയാൽ അത് കോൺഗ്രസിന് തിരികെ കിട്ടുമെന്നത് ഉറപ്പ് തന്നെയാണ്. മൂന്നാമത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 7000-ഓളം വോട്ടുകൾക്കാണ് VS ശിവകുമാർ ആന്റണി രാജുവിനോട് പരാജയപ്പെടുന്നത്. ഇത്തവണ കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയെ മാറ്റി ഒരു മാജിക് മൂവ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം കോൺഗ്രസിന് നഷ്ടപ്പെട്ട സീറ്റാണ് അരുവിക്കര. ആ അരുവിക്കരയിൽ മത്സരിച്ചതാവട്ടെ ശബരിനാഥ് ആയിരുന്നു. അടുത്ത തവണ ഈ ശബരിനാഥിനെ തിരുവനന്തപുരം സെൻട്രൽ കൊണ്ടുവരികയും ശിവകുമാറിനെ അരുവിക്കരയിൽ നിർത്തുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഈ 2 മണ്ഡലങ്ങളും കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വട്ടം അരുവിക്കരയിലെ പരാജയം 5000-ഓളം വോട്ടുകൾക്കാണ്. VS ശിവകുമാറിനെ പോലെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ അവിടെ കൊണ്ട് നിർത്തിയാൽ അരുവിക്കര നിഷ്പ്രയാസം പിടിച്ചടക്കാമെന്നതാണ്. മറിച്ച് സെൻട്രലിലേക്ക് വന്നാൽ അവിടെ ആന്റണി രാജുവിന് പഴയ പോലെ ലത്തിൻ പിന്തുണയൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ശബരിനാഥിൻ്റെ ഒരു ആദർശ പ്രഭാവവും ജനകീയ പിന്തുണയും അവിടെ വോട്ടാവും എന്നതാണ് കണക്കുകൂട്ടൽ. വർക്കലയിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ BRM ഷെഫീർ 17000-ഓളം വോട്ടിനാണ് ഈ മണ്ഡലത്തിൽ നിന്ന് V. ജോയിയോട് പരാജയപ്പെടുന്നത്. എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ BRM ഷെഫീർ അവിടെ ഒരു തരംഗമായി മാറി. അതുമാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ BRM തിളങ്ങുന്ന യുവത്വമായി ഉയർന്നു വന്നു. ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമായി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന BRM-നെ 2026-ൽ ഒരിക്കൽ കൂടി അവിടെ പരിഗണിച്ചാൽ കഴിഞ്ഞ തവണ ലഭിക്കാതെ പോയ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ കൊണ്ടുവന്നുകൊണ്ട് BRM ഷെഫീർ അവിടെ ഒരു വൻ മുന്നേറ്റം നടത്തുമെന്നാണ് വിലയിരുത്തൽ. ഇതാണ് കോൺഗ്രസ് പിടിച്ചടക്കുമെന്ന് പറയുന്ന ഉറപ്പുള്ള 5 സീറ്റുകൾ. ഇത് കഴിഞ്ഞുള്ള 9 സീറ്റുകളിൽ BJP-യുടെ വളർച്ചയും LDF-ന്റെ സ്ഥാനാർത്ഥിത്വവും കൊണ്ട് ത്രികോണ മത്സരം കടുക്കാനാണ് സാധ്യത. എങ്കിലും കോൺഗ്രസ് തങ്ങളുടെ പുതിയ സംഘടനാ പാടവവും യുവത്വത്തിൻ്റെ മാന്ത്രിക നീക്കവും കൊണ്ട് മിറാക്കിൾ സംഭവിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. BJP-ക്ക് മുൻതൂക്കമുള്ള നേമം സീറ്റിൽ 2016-ൽ O. രാജഗോപാൽ വിജയിച്ചതാണ്.
അവിടെ കഴിഞ്ഞ വട്ടം കെ മുരളീധരൻ്റെ ഒരു സാന്നിധ്യം മാത്രം കൊണ്ട് BJP അവിടെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാളെ അവിടെ പരീക്ഷിക്കാനാണ് ഇപ്പോൾ BJPക്ക് സാധ്യത ഏറെ. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഇപ്പോഴേ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. അവിടെ രണ്ടാമത്തേത് കഴക്കൂട്ടമാണ്. അവിടെ കഴിഞ്ഞ വട്ടവും ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. അവിടെ BJP വി മുരളീധരനെ നിർത്താനാണ് സാധ്യത കാണുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് തൻ്റെ നീക്കങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. മൂന്നാമത്തെ BJP സാധ്യതാ സീറ്റ് കാട്ടാക്കടയാണ്. അവിടെ VV രാജേഷിനെ BJP നിർത്തുമെന്നാണ് കാണുന്നത്. അവിടെയും UDF തങ്ങളുടെ പിടിമുറുക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു. ഈ 3 മണ്ഡലങ്ങൾ കൂടി കൂട്ടിയാൽ 8 മണ്ഡലങ്ങളാണ് മുന്നിലുള്ളത്. അങ്ങനെ നോക്കിയാൽ 14 മണ്ഡലങ്ങളിൽ 5ഉം 3ഉം മാറിയാൽ LDF മുന്നണിക്ക് വൻ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് പിടിക്കുമെന്ന് ഉറപ്പുള്ള 5 സീറ്റിൽ നിന്നും തീവ്ര സംഘടനാ പ്രവർത്തനത്തിലൂടെ 2 സീറ്റുകൾ കൂടി പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ ക്രോഡീകരിക്കുന്ന തന്ത്രങ്ങളിൽ മുഴുകുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. കേരളത്തിൽ 14 ജില്ലകളിലും ഈ മാന്ത്രികത നമുക്ക് കാണാം. കോൺഗ്രസിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ കൂടി കര പറ്റിയില്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഭാവിയെ കൂടി ബാധിക്കുമെന്നതിനാൽ ശക്തമായ ഒരു തിരിച്ചുവരവാണ് UDF കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത്. ഇത്തവണ ഇത്രയും അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരിക മാത്രമല്ല, അത് ജനത്തിന് ആശ്വാസം നൽകുക കൂടിയാണ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്.